മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദുർഗയും ഉണ്ണിയും സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം കരുണയ്ക്ക് നല്ല തിരിച്ചടി തന്നെ കൊടുക്കുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഉണ്ണി താഴോട്ട് റെഡിയായി വരുന്ന സമയത്ത് ഈ ദുർഗ ഇങ്ങനെ ആലോചിച്ചിരിക്കണം കണ്ടിട്ട്, അമ്മ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം, അല്ലട മോനെ, ഞാൻ ഏടത്തിക്കും സ്വാതിക്കും പല പ്രാവശ്യം ഫോൺ ചെയ്തു, അവർ ഫോൺ എടുക്കണില്ല, എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ട് മോനെ, നമ്മളറിയാത്തത്. ആ സമയത്ത് ഉണ്ണിയും പറയുന്നുണ്ട്, എനിക്കും തോന്നുന്നുണ്ട് അമ്മേ, നമ്മളിൽ നിന്നും മറച്ചു വച്ചിരിക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതാണെങ്കിൽ മഹാലക്ഷ്മിക്കും കണ്ണനും മറ്റുള്ളവർക്കൊക്കെ അറിയാം, നമ്മൾക്ക് മാത്രമേ അറിയാൻ പാടില്ലാത്തുള്ളൂ എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, എന്തായാലും പ്രതാപനെ വാമേട്ടനെ നാളെ കോടതിയിൽ ഹാജരാക്കുമ്പം അവിടെ നമ്മൾ നേരിട്ട് ചെല്ലണമെന്നും കുറേ സത്യങ്ങൾ അപ്പോൾ മനസ്സിലാവുമെന്നും കണ്ണൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതുവരെ ക്ഷമിച്ച് നിൽക്കാനുള്ള ക്ഷമയില്ലടാ, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു ആകാംക്ഷ. എന്തായാലും നീ ആ സ്റ്റേഷനിൽ ഒന്ന് ചെന്ന് നോക്ക്, അവിടെ ചെന്നാൽ സത്യങ്ങൾ മനസ്സിലാവുമല്ലോ എന്ന്. ആ സമയത്ത് ഉണ്ണിയാണെങ്കിൽ എന്ത് വേണമെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പം ദുർഗ പറയുന്നുണ്ട്, നീ എന്താണ് മോനെ ആലോചിച്ച് നിൽക്കണേന്ന് ചോദിക്കുമ്പോൾ, അതല്ല അമ്മേ, ഞാനിപ്പോൾ സ്റ്റേഷനിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മാവനെയും അയാളെയും ഞാൻ ജാമ്യത്തിൽ ഇറക്കേണ്ടി വരും, പിന്നെ അതിന് ഞാൻ പൈസ മുടക്കേണ്ടി വരും എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, അതൊന്നും നീ ചെയ്യണ്ട, എന്തായാലും പ്രതാപൻ്റെ അമ്മയുടെ അതിലൊക്കെ ഇഷ്ടംപോലെ പൈസ ഉള്ളതുകൊണ്ട് പൈസയൊക്കെ അവർ മുടക്കിക്കോളും, നീ ഒന്ന് സ്റ്റേഷനിൽ വരെ ചെല്ല്, അവർ ചെയ്ത തെറ്റെന്താണെന്ന് നമുക്കറിയാലോ, എന്തായാലും അതത്ര നിസ്സാര കാര്യമാണെന്ന് എനിക്ക് തോന്നണില്ല. അതുമാത്രമല്ലടാ, അന്ന് വാമേട്ടനെ ജാമ്യത്തിൽ ഇറക്കാൻ പറഞ്ഞ് ഏടത്തി ഇവിടെ വന്നിരുന്നു, അന്ന് കണ്ണനെ കണ്ട് സംസാരിച്ചപ്പം കണ്ണൻ ഏടത്തിയോട് വെളിയിൽ കൊണ്ടുപോയി എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു, പിന്നീട് ഏടത്തി ഇങ്ങോട്ട് കയറു പോലും ചെയ്യാതെ തിരികെ പോകുകയോ ചെയ്ത്, അതിനുശേഷം ഏടത്തി ഇങ്ങോട്ട് വിളിച്ചിട്ടുമില്ല, ഞാൻ വിളിച്ചിട്ട് ഏടത്തി ഫോൺ എടുക്കണമില്ല. ഇനിയിപ്പോൾ അന്ന് അയാൾ എന്തായിരിക്കും അമ്മായിയോട് പറഞ്ഞതെന്ന് വയ്ക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലടാ, എന്തായാലും ഏടത്തി ഫോൺ എടുത്താലല്ലേ സത്യങ്ങൾ മനസ്സിലാവുള്ളൂ, ഇനിയിപ്പോൾ നമ്മൾ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടാവും, എന്തായാലും നീ എത്രയും വേഗം ആ സ്റ്റേഷനിലേക്കൊന്ന് ചെല്ല്, ആ പ്രതാപനെ അമ്മാവനെയും കണ്ട് സത്യം എന്താണെന്ന് ചോദിക്കുന്നത്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോവാം, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ വക്കീലിനെ കാണാനും ജാമ്യത്തിലെടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതൊന്നും ചെയ്യാൻ പോണില്ല, ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാമെന്നും പറഞ്ഞ് ഉണ്ണി പോകുന്നുണ്ട്. ഇതേസമയം ദുർഗയാണെങ്കിൽ അവർ ചെയ്ത തെറ്റെന്തായിരിക്കുമോ, കണ്ണൻ ഇത്രയും കടുപ്പത്തിൽ പറയണമെങ്കിൽ അവർ അത്രയ്ക്കും വലിയ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതറിയാതെ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ദുർഗ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിനെയും കണ്ണനെയാണ്. കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എന്തായാലും തനിക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അന്നേരം കണ്ണനോട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് കാര്യം കണ്ണേട്ടാന്ന് ചോദിക്കുമ്പോൾ, താൻ അറിഞ്ഞില്ലല്ലോ, എൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് ആ പ്രതാപന് കൊട്ടേഷൻ കൊടുത്തത് വേറെ ആരുമല്ല, എൻ്റെ അമ്മാവനില്ലേ ആ വാമദേവൻ, ആ അസുരനാന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അപ്പോഴേ ആ ഒരു സംശയം ഉണ്ടായിരുന്നു കണ്ണേട്ട, അയാൾ വരുമ്പം പ്രതാപനാണെങ്കിൽ ഓരോന്നിങ്ങനെ വിളിച്ചു പറയുമ്പം അയാളുടെ അമ്മ പ്രതാപൻ്റെ വാ പൊത്തുന്നുണ്ടായിരുന്നു, അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് സംശയം തോന്നിയതാന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അയാളെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോണില്ല, എന്നിട്ട് അയാൾ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് തൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനല്ലേ നോക്കിയത്, അപ്പോൾ അയാളുടെ മനസ്സ് അത്രയ്ക്കും ക്രൂരമായതുകൊണ്ടല്ലേ അയാൾ അങ്ങനെയൊക്കെ ചെയ്തതെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാനാണ് കണ്ണേട്ടൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പം, എന്തായാലും രണ്ടെണ്ണം ഇപ്പോൾ പോലീസ് ലോക്കപ്പിലാണ്, ഇനിയിപ്പോൾ കോടതി കൊണ്ടുപോയാലേ ജാമ്യം കിട്ടുള്ളൂ, അതും ജാമ്യം കിട്ടാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനി നമ്മൾ ആരുടെ അടുത്തും അത്ര പാവാവേണ്ട കാര്യമൊന്നുമില്ല കണ്ണേട്ട, നമ്മൾ ഇത്രയ്ക്കും പാവമായതുകൊണ്ട് അവരെല്ലാവരും നമ്മളെ ഇങ്ങനെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കണം, ഇനി ഇങ്ങോട്ട് കിട്ടണതിന് തിരിച്ച് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കണം. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഞാനും അത് തന്നെ തീരുമാനിച്ചേക്കണേ, എന്തായാലും ഞാനിപ്പോൾ പോട്ടെ, ഒരുപാട് സമയം ഇവിടെ നിൽക്കരുതെന്നും പറഞ്ഞാൽ ഡോക്ടർ എന്നെ വിട്ടേന്ന് പറയുമ്പോൾ, എന്നാൽ കണ്ണേട്ടൻ ഇവിടെ നിൽക്കണ്ട പോയിക്കോ എന്ന് പറയണു. അങ്ങനെ കണ്ണനാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞിൻ്റെ നെറ്റിയിലൊരു മുത്തമൊക്കെ കൊടുത്തിട്ട് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു ലേഹയും കണ്ണൻ തിരിച്ചു വരുന്നതും നോക്കി അവിടെ നിൽക്കുകയാണ്. കണ്ണൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നതും മഞ്ജു ആണെങ്കിൽ ലേഹയോട് ഇതേ കണ്ണേട്ടൻ വന്നു എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി കണ്ണൻ്റെ അടുത്തേക്ക് വന്നിട്ട് മഹിയും കുഞ്ഞും എന്തെടുക്കണമെന്ന് ചോദിക്കുമ്പം അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല, അവർ രണ്ടുപേരും സുഖമായിട്ടിരിക്കണു, വൈകിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കയറി കാണാം, എന്തായാലും ഞാനിപ്പോൾ പുറത്തുണ്ടാവും, നിങ്ങളിവിടെ നിൽക്കുമെന്ന് പറയുമ്പോൾ മഞ്ജു കണ്ണൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ എന്ത് രഹസ്യം എന്നോട് മറച്ചു വയ്ക്കണേ, എന്തായാലും എന്നോട് തുറന്നു പറ, നിങ്ങൾക്കറിയാവുന്ന രഹസ്യം ഞാനും അറിയണ്ടേന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, മോളെ ഞാൻ പറയണത് കേട്ട് നീ ടെൻഷൻ ആവരുത്, സമാധാനത്തിൽ കേൾക്കണം, എന്താ കണ്ണേട്ട എന്താണെങ്കിലും പറയാമെന്ന് പറയുമ്പം, അന്ന് ഞാനും അച്ഛനും ബൈക്കിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായില്ലേ, അത് സ്വാഭാവികമായിട്ടുള്ള ആക്സിഡൻ്റ് ആയിരുന്നില്ല, ഒരു കൊലപാതകമായിരുന്നു. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ എന്തൊക്കെയാ ഈ പറയണേന്ന് ചോദിക്കുമ്പം, അതേ മഞ്ജു ഞാൻ പറയണത് സത്യ, അത് ചെയ്തത് ആരാന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം പറ കണ്ണേട്ടാന്ന് പറഞ്ഞതും, അത് വേറെ ആരുമല്ല കരുണയുടെ അച്ഛനില്ലേ ആ പ്രതാപനാ അത് ചെയ്തേന്ന്. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, നേരാണോ കണ്ണേട്ട, ഇതൊക്കെ സത്യമാണോ, അയാളാണോ നമ്മുടെ അച്ഛനെ കൊന്നേന്ന് ചോദിക്കുമ്പം, അതേ മഞ്ജു വേറൊരു കാര്യവും കൂടി ഉണ്ട്, അയാളെ കൊണ്ട് നമ്മുടെ അച്ഛനെ കൊല്ലിച്ചത് വേറെ ആരുമല്ല നിൻ്റെ അമ്മാവൻ
വിവാഹം തന്നെയാണ്. അത് കേട്ടതും മഞ്ജു ആണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ എന്തൊക്കെയായി പറയണേ? അമ്മാവനാണോ അച്ഛനെ കൊല്ലിച്ചത്? അതെന്തിനാ അമ്മാവൻ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പം അന്ന് അച്ഛനും അമ്മാവനും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അമ്മാവൻ കമ്പനിയിൽ എന്തൊക്കെയോ തിരിമറികൾ നടത്തിയത് അച്ഛൻ കണ്ടുപിടിച്ചിട്ട് അമ്മാവനെ പുറത്താക്കാൻ നിന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി മരിച്ചതെന്ന്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അയാളെപ്പോലെ ഇത്ര ഒരു ദുഷ്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നാലും സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ കൊല്ലാൻ പോലും മടിയില്ലാത്ത അയാൾ ഒരു മനുഷ്യനാണോ എന്നൊക്കെ പറയുമ്പം അതാണല്ലോ അയാളുടെ മോനിപ്പോൾ മേളിലേക്ക് നോക്കി കിടക്കണേന്ന് കണ്ണൻ പറയുന്നുണ്ട്. സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, എന്നിട്ട് സ്വന്തം ഭർത്താവിനെ കൊന്ന ആളുടെ മകളെയാലോ അമ്മ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണേ. ഉണ്ണിയേട്ടനും അതെ സ്വന്തം അച്ഛൻ്റെ കൊലയാളിയുടെ മകളെ സംരക്ഷിച്ചുകൊണ്ട് നടക്കണേ. എന്നിട്ട് ഈ വിവരം കണ്ണേട്ടൻ ഉണ്ണിയേട്ടനോടും അമ്മയോടും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും നാളെ കോടതിയിൽ പ്രതാപനെയും വാമദേവനെയും ഹാജരാക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് നിൻ്റെ അമ്മേനോടും ആങ്ങളേനോടും അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കോളും. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, രണ്ടെണ്ണത്തിനെയും ഒരു കാരണവശാലും വെറുതെ വിടരുത് കണ്ണേട്ട. ഇനിയുള്ള ജീവിതം മുഴുക്കെ അവർ ജയിലിൽ ജീവിച്ച് തീർക്കണം. അതിനുള്ള എല്ലാ ഏർപ്പാടും കണ്ണേട്ടൻ ചെയ്യണം. അതുപോലെ തന്നെ കരുണേനെ ഇനി കമലേശ്വരത്തിൻ്റെ പടി ചവിട്ടാൻ പോലും കണ്ണേട്ടനെ അനുവദിക്കരുതെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങൾ അവൾക്കൊരവസരം കൊടുത്തതാണ് നന്നാവാൻ വേണ്ടി. പക്ഷേ അവൾ നന്നാവില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അവൾക്ക് നമ്മളുടെ കുടുംബത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മ കരുണയോട് പറയുന്നുണ്ട്, മോളെ എന്തായാലും കോടതിയിൽ ഹാജരാക്കിയാൽ ജാമ്യം കിട്ടുമെന്നൊന്നും ഉറപ്പില്ല. പക്ഷേ വക്കീലിന് കൊടുക്കാൻ കുറച്ചധികം പൈസ വേണ്ടി വരും. എന്തായാലും ഞാൻ അതിനുള്ള പൈസ അറേഞ്ച് ചെയ്ത് വയ്ക്കട്ടെ എന്ന് പറയുമ്പം കരുണ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയുടെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല മോളെ എന്ന് പറയണം. ആ സമയത്താണ് വക്കീലിൻ്റെ കോൾ വരുന്നത്. അങ്ങനെ പ്രതാപൻ്റെ അമ്മ ഫോൺ എടുത്ത് നോക്കിയിട്ട് ആ വക്കീലാലോ വിളിക്കണേന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഫോൺ എടുത്തതും വക്കീൽ ആ പൈസ അയക്കാമെന്ന് പറഞ്ഞിട്ട് അയച്ചില്ലല്ലോ എന്ന് പറഞ്ഞതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ പൈസ അയച്ചേക്കാം, നിങ്ങളൊന്ന് സമാധാനപ്പെടുക. എന്തായാലും നാളെ പ്രതാപന് ജാമ്യം കിട്ടുമല്ലോ എന്ന് പറയുമ്പം വക്കീൽ പറയുന്നുണ്ട്, ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. എന്തായാലും വാമദേവന് ജാമ്യം കിട്ടും, പ്രതാപന് കിട്ടുന്ന കാര്യം സംശയം. എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ പ്രതാപൻ അവരെ കൊല്ലണതിന് ദൃക്സാക്ഷി ഉള്ളതുകൊണ്ട് പ്രതാപൻ്റെ കാര്യത്തിൽ ഇച്ചിരി സംശയം വന്നേന്ന്. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതിനിപ്പോൾ അവൾ സാക്ഷി പറയാൻ കോടതിയിലേക്ക് വരുമൊന്നുമില്ല, അവളിപ്പോൾ ആസ്പത്രി കിടക്കാല്ലേ എന്ന്. അന്നേരം വക്കീൽ പറയുന്നുണ്ട്, അതാണ് നമ്മുടെ ഒരു ഏക പ്രതീക്ഷ, എന്തായാലും നമുക്ക് നോക്കാം ജാമ്യത്തിൽ എടുക്കാമെന്ന്. പിന്നീട് ഫോൺ വെച്ചതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ആ വക്കീൽ അവൻ്റെ ആർത്തി മൂത്ത് വിളിച്ചതാ, അവന് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ കൊടുത്തില്ലല്ലോ എന്ന്. ആ സമയം കരുണ പറയുന്നുണ്ട്, മുത്തശ്ശി എത്രയും പെട്ടെന്ന് പൈസ ഒപ്പിച്ച് അയാൾക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ അച്ഛൻ ജയിലിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സ്റ്റേഷനിൽ ഈ വാമദേവനും പ്രതാപനും ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രതാപം വാമദേവനോട് പറയുന്നുണ്ട്, ഈ സമയം കൊണ്ട് ദുർഗ ഉണ്ണിയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് കാണുമോ വാമേട്ടാന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ലടാ പ്രതാപ. ദുർഗ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇത്രയും നാളും അവളുടെ ഭർത്താവിനെ ഞാനാ കൊന്നേന്ന് അറിയാതെയല്ലേ അവൾ എന്നോട് സ്നേഹത്തിൽ പെരുമാറിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാമേട്ട. എന്തായാലും നിങ്ങൾ അവളുടെ ഭർത്താവിനെ കൊന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ദുർഗയും ഉണ്ണിയാവുന്നു. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് നേരാടാ പ്രതാപ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്കിനി ആശ്രയത്തിന് ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ കണ്ണൻ്റെ സ്വത്തുക്കൾ കിട്ടുമെന്ന് വിചാരിച്ചാൽ ഇത്രയും കാലം ജീവിച്ചത്. അതിനു വേണ്ടി ആ മേഘനയും കൊണ്ട് മഞ്ജുവിനെ വിവാഹം കഴിപ്പിച്ചത്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, അതവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ മഞ്ജു അവനെ ഉപേക്ഷിച്ച് പോയത്. മഞ്ജുവിനെ കുഞ്ഞുനാളിലെ അവനക്ക് പറഞ്ഞു വെച്ചതല്ലേ, എന്നിട്ട് പിന്നെയും അവൻ എന്തിനാ വേറെ പെണ്ണുങ്ങളായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പോയേ? അതുകൊണ്ടല്ലേ മഞ്ജു ആ സാഗറിൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയേ. ഇപ്പം മഞ്ജു സുഖമായിട്ട് ജീവിക്കുകയല്ലേ? അതുമാത്രമാണോ വാമേട്ടൻ്റെ മോൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പോലും അറിയില്ല. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് നേരാടെ പ്രതാപ. എന്നാലും നമ്മളെ ഭഗവാൻ ഇങ്ങനെ പരീക്ഷിക്കണേ എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, നമ്മളെ പരീക്ഷിക്കാതിരിക്കാൻ നമ്മളത്ര നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്തേക്കണേ. എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയൊന്നും മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാൻ നടക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ അവർക്ക് കൂട്ടിനായിട്ടുണ്ടാവുന്ന. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണി സ്റ്റേഷനിലേക്ക് വരാണ്. ഉണ്ണിയെ കണ്ടതും പോലീസുകാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് ചോദിക്കുമ്പം എനിക്ക് ഇവിടെ രണ്ടുപേരെ കാണാനുണ്ടായിരുന്നു, ഒരു പ്രതാപനെയും ഒരു വാമദേവനെയും നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊലയാളികളുടെ ആരാ നിങ്ങളെന്ന് ചോദിക്കുമ്പം ഒന്നെൻ്റെ അമ്മാവനും ഒന്നെൻ്റെ ഭാര്യയുടെ അച്ഛനും എന്ന് പറയുന്നു. ആ സമയത്ത് ഒരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ കണ്ണൻ സാറിൻ്റെ അനിയനാണോ എന്ന് ചോദിക്കുമ്പം അതെ ഞാൻ കണ്ണേട്ടൻ്റെ അനിയനാ. എന്നിട്ടാണോ നിങ്ങൾ അയാളെ കാണാൻ വന്നേക്കണേ? ഇനിയിപ്പോൾ അയാളെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ അവരെ ഉപദ്രവിക്കണേന്ന് ചോദിക്കുമ്പം അപ്പോൾ താൻ സത്യങ്ങളൊന്നും അറിയാണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് SI അങ്ങോട്ട് വരുന്നുണ്ട്. SI കണ്ടതും ഈ ഉണ്ണി ചെന്നിട്ട് എന്താ സാർ പ്രശ്നം, എന്തിനാ സാർ അവരെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പം അത് കൊള്ളാലോ, നിങ്ങളുടെ ചേഷ്ടനല്ലേ കേസ് തന്നാൽ അവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്, എന്നിട്ട് ആ സത്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല സാറേ എനിക്കൊന്നും അറിയില്ല, കണ്ണേട്ടനൊന്നും പറഞ്ഞില്ല, നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് മാത്രമേ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ
എസ് ഐ പറയുന്നുണ്ട്, അതെങ്ങനെയാണ് നിങ്ങളോട് സത്യങ്ങൾ പറയണേ? നിൻ്റെ ഭാര്യയല്ലേ ആ മഹാലക്ഷ്മിയെ തള്ളി താഴെ ഇട്ടത്? അത്രയും ക്രൂരത ചെയ്യുന്നവരോട് ഈ സത്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞേക്കാം, നിൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചില്ലേ? എൻ്റെ അച്ഛൻ മരിച്ചു. അതിൻ്റെ കാരണക്കാരാരാന്ന് നിനക്ക് അറിയാവുമെന്ന് ചോദിക്കുമ്പം, ഇല്ല സാറേ എനിക്കറിയില്ല. എന്നാൽ നിൻ്റെ ഭാര്യയല്ലേ ആ കരുണ? അവളുടെ അച്ഛനും നിൻ്റെ അമ്മാവനും ചേർന്നാൽ നിൻ്റെ അച്ഛനെ കൊന്നേന്ന്. അത് കേട്ടതും ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണേ? അമ്മാവൻ എൻ്റെ അച്ഛനെ കൊന്നുവെന്നോ? ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയുമ്പം, അത് അവർ തന്നെ ഞങ്ങളോട് സമ്മതിച്ച കാര്യം. അതുമാത്രമല്ല, പ്രതാപന് സമനില തെറ്റിയ സമയത്ത് പ്രതാപൻ തന്നെ കണ്ണനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതാപനെ ചികിത്സിച്ച ഡോക്ടറോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാ തെളിവുകളും സാക്ഷികളും അവർക്കെതിരെ. എന്തായാലും നാളെ കോടതിയിൽ ഹാജരാക്കിയ ജാമ്യം കിട്ടുമൊന്നുമില്ല. ആ സമയത്ത് ഉണ്ണിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാറ് പറയണതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനാ തന്നോട് കള്ളം പറയണേ? എന്തായാലും താൻ വേണമെങ്കിൽ അവരെ പോയി കണ്ടോ എന്ന് പറയണു. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ പ്രതാപനെയൊക്കെ ഇട്ടേക്കണ സെല്ലിൻ്റെ അങ്ങോട്ട് ചെല്ലാണ്. ഉണ്ണിയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ പ്രതാപന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പ്രതാപൻ ഭയത്തോടുകൂടി വേഗം തന്നെ വാമദേവനെ തോണ്ടുന്നുണ്ട്. വാമദേവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ദേഷ്യത്തോടുകൂടി നിൽക്കണം. കണ്ടിട്ട് വാമദേവൻ ഭയത്തോടുകൂടി പ്രതാപൻ്റെ നേരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗയാണെങ്കിൽ ഉണ്ണി പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ, അവൻ വന്നെങ്കിൽ വിവരങ്ങൾ അറിയാമെന്നൊക്കെ ഓർത്തിങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്ന സമയത്തും മഞ്ജു അങ്ങോട്ട് വരുന്നുണ്ട്. മഞ്ജുവിനെ കണ്ടതും, നീ എന്താടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ? നീ നിൻ്റെ ഏട്ടത്തേക്ക് കാവൽ നിൽക്കുമായിരുന്നല്ലോ എന്ന് പറയുമ്പം, ആ ഞാൻ എൻ്റെ ഏട്ടത്തേക്ക് കാവലൊക്കെ നിൽക്കും. എവിടെ നിങ്ങളുടെ രണ്ടാമത്തെ മരുമകളെന്ന് ചോദിക്കുമ്പം, അവളിവിടെ കണ്ണൻ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളിങ്ങോട്ട് വന്നില്ല എന്ന് പറയുന്നു. ആ എന്നാൽ ഇനി അമ്മ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, ഇനി ഒരിക്കലും കണ്ണേട്ടൻ അവളെ ഈ വീട്ടിലോട്ട് കയറ്റാൻ പോകണില്ല. അന്നേരം ഈ ദുർഗ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ കണ്ണേട്ടൻ കയറ്റാതിരിക്കണേ? അവൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരാപത്തും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുമ്പം, അമ്മ കുറച്ച് കാര്യങ്ങളും കൂടി അറിയാനുണ്ട്. അമ്മയുടെ ഭർത്താവ് 20 വർഷം മുമ്പ് മരിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അതൊരു ആക്സിഡൻ്റ് ആയിരുന്നല്ലോ, ആ ആക്സിഡൻറ്റ് വരുത്തിയത് ആരാന്ന് വിചാരിച്ച അമ്മ ഇരിക്കണേന്ന് ചോദിക്കുമ്പം, അതാരാന്നറിയില്ലല്ലോ, ഏതോ ഒരു ലോറി ഡ്രൈവർ അച്ഛൻ്റെ ബുള്ളറ്റിലേക്ക് ലോറി ഓടിച്ച് കയറ്റിയെന്ന് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുമ്പം, എന്നാൽ അമ്മ ചെവി തുറന്ന് കേട്ടോ, അന്ന് അച്ഛനെ കൊന്നത് പ്രതാപനാന്ന്. അത് കേട്ടതും ദുർഗയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ പ്രതാപനെ അച്ഛനെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ, അമ്മയുടെ ആങ്ങളയല്ലേ പുന്നാര ആങ്ങള വാമേട്ടൻ, ആ വാമേട്ടനാ പ്രതാപന് കൊട്ടേഷൻ കൊടുത്തത്. ആ 2 ദുഷ്ടന്മാർ ചേർന്ന എനിക്ക് എൻ്റെ അച്ഛനെ ഇല്ലാതെയാക്കിയെന്ന്. അത് കേട്ടതും ദുർഗയാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പം മഞ്ജു പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ നോക്കുമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് സത്യം തന്നെ. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഇല്ല വാമേട്ടനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പം, എന്നാൽ അമ്മ അതും വിശ്വസിച്ചിരുന്നോ? എന്തായാലും ഞാൻ പറഞ്ഞത് സത്യ, ഇനി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അമ്മ വിശ്വസിച്ചാൽ മതി എന്ന് പറയണം. അത് കേട്ടതും ദുർഗയ്ക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമാവുന്നുണ്ട്. അങ്ങനെ ദുർഗ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.